അസംബ്ലി ലാംഗ്വേജ് ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജ് വച്ചിട്ട് ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർ ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നെമോണിക് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് എന്തൊക്കെ ഓപ്പറേഷൻ പ്രോസസ്സർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആക്ച്വലി ഇത് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും ബൈനറി ലാംഗ്വേജിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് വരുന്നത്. ഹെക്സാഡെസിമലും ബൈനറി വാല്യൂസും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹ്യൂമൻസിന് റീഡബിൾ ആയിട്ടുള്ളൊരു ഫോമിലാണ് അസംബ്ലി ലാംഗ്വേജ് ഉള്ളത്. ഈ അസംബ്ലി ലാംഗ്വേജിൽ നെമോണിക് കോഡ്സിൽ എഴുതിയ കോഡിനെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം എക്സിക്യൂഷന് വേണ്ടിയിട്ട്. അങ്ങനെ കൺവേർഷന് യൂസ് ചെയ്യുന്നതാണ് അസംബ്ലർ. അപ്പോൾ അസംബ്ലർ വെച്ചിട്ട് ഈ നെമോണിക് കോഡ്സിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നെമോണിക് കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കോഡ്സ് ആണ്. ഓപ്പ് കോഡ് എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് CPU എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണത്. ഇപ്പോൾ അഡീഷന് ആഡ്, സബ്ട്രാക്ഷന് സബ്, മൂവിന് MOV, ജമ്പിന് JMP, ഇങ്ങനെയുള്ള കോഡ്സൊക്കെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ അസംബ്ലി ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്? അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം അസംബ്ലി കോഡ് എഴുതും, അതിനെ അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു .obj ഫയൽ, ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ലൈബ്രറി റിലീസിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യും മെമ്മറിയിലേക്ക്. എന്നിട്ടാണ് ഇതിനെ റൺ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിലുള്ള സ്റ്റെപ്സ് വരുന്നത്. ഈ മെഷീൻ ലാംഗ്വേജുമായിട്ട് അസംബ്ലി ലാംഗ്വേജിന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, ഹ്യൂമൻസിന് മനസ്സിലാക്കാൻ പറ്റും അസംബ്ലി ലാംഗ്വേജ്. ബട്ട് ഈ മെഷീൻ ലാംഗ്വേജ് നമുക്ക് റീഡബിൾ ഫോമിലല്ല ഉള്ളത്. അത് ബൈനറി ഫോമാറ്റിലാണ്. അപ്പോൾ ബൈനറി ഫോമാറ്റിലായതുകൊണ്ട് എക്സിക്യൂഷൻ ഫാസ്റ്ററാണ് മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റർ അല്ല. അതുപോലെ അസംബ്ലി ലാംഗ്വേജ് ഈസി ടു മെമ്മറൈസ് വെൻ കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് പാടായിരിക്കും.